ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങളൊരു വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പിലാണെന്ന് വിചാരിക്കുക. കുറച്ച് നാളായി അത് തുടങ്ങിയിട്ട്, പക്ഷേ ഇപ്പോൾ വലിയ രസത്തിലല്ല മുന്നോട്ട് പോകുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നമ്മളോടൊരു ചെറിയ താല്പര്യക്കുറവ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 5 പവർഫുൾ ആയിട്ടുള്ള പ്രൂവൺ സ്ട്രാറ്റജീസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. വീഡിയോ ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾ കാണുക. ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫ്ലിപ്പ് ദ പവർ ഡൈനാമിക് എന്നുള്ളതാണ്. ഇത് ജസ്റ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒരു ചലഞ്ചിങ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ കുറച്ചുകൂടി വാല്യൂ, ഇമ്പോർട്ടൻസ് ഒക്കെ കിട്ടും. നേരെ മറിച്ച് ചലഞ്ചിങ് ഇല്ല, വളരെ ഈസിയാണ്, അവൈലബിൾ ആണ്, അങ്ങനത്തെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻസും വാല്യൂം ഒക്കെ കുറയും, അല്ലേ? അപ്പോൾ ഇവിടെ അട്രാക്ഷൻ കൂട്ടാനുള്ള ഏറ്റവും വലിയ സീക്രട്ട് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ ഫ്ലിപ്പ് ദ പവർ ഡൈനാമിക് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നോക്കാം. ഡിലേ യുവർ റിപ്ലൈസ്. ഇതാണ് ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾക്കൊരു മെസ്സേജോ കോളോ വന്നു കഴിഞ്ഞാൽ ഉടനടി നിങ്ങൾ പോയിട്ട് റിപ്ലൈ കൊടുക്കാതിരിക്കുക. കോളാണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ബിസി ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കുക. അതൊരു 5 മിനിറ്റ് ആയിക്കോട്ടെ, 10 മിനിറ്റ് ആയിക്കോട്ടെ, അരമണിക്കൂർ ആയിക്കോട്ടെ എന്ന് കരുതി ഈ റിപ്ലൈ ഡിലേ ആക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നൊന്നല്ല ഉദ്ദേശിക്കുന്നത്. കുറച്ച് ടൈം അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. 5 മിനിറ്റ്സ്, 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ, മാക്സിമം 1 മണിക്കൂറൊക്കെ. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്തായാലും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ചിലപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ അതാണ് റിപ്ലൈ ഒന്ന് ഡിലേ ആക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സീക്രട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഒരു പേഴ്സണൽ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും അവൈലബിൾ ആവാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലൊക്കെ നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുക. കുറച്ചൊക്കെ ബിസി ആക്കുക ലൈഫ്. നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ്, ഹോബീസ് അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സ്കില്ലുകൾ പഠിക്കുക, ഇതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റോപ്പ് സീക്കിംഗ് കൺസ്റ്റന്റ് വാലിഡേഷൻ എന്ന് പറയുന്നതാണ്. അഥവാ എല്ലാ കാര്യങ്ങൾക്കും അപ്രൂവൽ കിട്ടാൻ അല്ലെങ്കിൽ ഒരു റിപ്ലൈ വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഫീലിങ്സ് ആയിക്കോട്ടെ, തോട്ട്സ് ആയിക്കോട്ടെ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളായിക്കോട്ടെ, ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അതിന് അനുവാദം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നീ ഓക്കെ ആണോ, ആർ യു ഓക്കെ, അല്ലെങ്കിൽ ഡിഡ് ഐ ഡു സംതിങ് റോങ് എന്നുള്ള രീതിയിലൊക്കെ നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. അതിൻ്റെ റിപ്ലൈക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. അത് അട്രാക്ഷൻ കില്ല് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, റിപ്ലൈ ഡിലേ ആക്കുക. ഒരു പേഴ്സണൽ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യുക. മൂന്നാമതായിട്ട് പറഞ്ഞത് സ്റ്റോപ്പ് സീക്കിംഗ് കൺസ്റ്റന്റ് വാലിഡേഷൻ എന്നുള്ളതാണ്. ഇനി അട്രാക്ഷൻ കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റീഇഗ്നൈറ്റ് യുവർ ഇമോഷണൽ സ്പാർക്ക് എന്ന് പറയുന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അഥവാ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് സബ്കോൺഷ്യസ്ലി ഫീൽ ചെയ്യണം അല്ലെങ്കിൽ തോന്നണം എന്ത്, അവരെ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അവർ സേഫ് ആണ് എന്നുള്ളത്, അവർക്ക് ജെന്യൂൻ കെയർ ഇദ്ദേഹത്തിൽ നിന്നും അല്ലെങ്കിൽ അവനിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാവണം എന്നുള്ളതാണ്. സബ് കോൺഷ്യസ് തോട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. അവിടെ ഒരു ഇമോഷണൽ സ്പാർക്ക് വരും. അതുകൂടി വരുമ്പോഴാണ് അട്രാക്ഷൻ നന്നായിട്ട് ഉണ്ടാവുക. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതെങ്ങനെയാണ് നമുക്ക് പ്രാക്ടിക്കലി വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളത് കൂടി നോക്കാം. ഒന്ന്, ഒരു വ്യക്തിയോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ നല്ലൊരു ലിസണർ ആവുക, ആക്റ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കുക എന്നുള്ളത്. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മീനിങ് ഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടുപേരും കൂടി ഒന്നിച്ച് എങ്ങോട്ടെങ്കിലും യാത്ര പോവുക, അവിടെ എന്തെങ്കിലുമൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക. അതൊക്കെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് അവരുടെ മെമ്മറിയിൽ എപ്പോഴും കിടക്കും എന്നുള്ളതാണ്. അത് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാക്കും. നെക്സ്റ്റ് വൺ സർപ്രൈസ് തോട്ട്ഫുൾനെസ് എന്ന് പറയുന്നതാണ്. അഥവാ എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട് എഴുതുക, അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യുക. ഇതൊക്കെ അതിൽ വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, ഗിഫ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും
സ്പെഷ്യൽ ഡേയ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ അതിൽ പെടും. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ ഇമോഷണൽ സ്പാർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങളോട് അട്രാക്ഷൻ തോന്നാനുള്ള മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോം യുവർ അപ്പിയറൻസ് എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ 4 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് അപ്ഗ്രേഡ് യുവർ സ്റ്റൈൽ, അഥവാ നമ്മൾ നല്ല ഡ്രസ്സ് ധരിക്കുക. ബ്രാൻഡൊക്കെ ധരിക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ ബ്രാൻഡ് ഡ്രസ്സുകൾ ധരിക്കുക. ഇനി അതല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളതാണ്. നല്ല ഷൂ യൂസ് ചെയ്യുക, വാച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. സ്ത്രീകളുടെ കേസ് ആണെങ്കിലും ഇത് തന്നെയാണ്, നല്ല കോസ്റ്റ്യൂംസ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. അപ്ഗ്രേഡ് യുവർ സ്റ്റൈൽ എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രൂമിങ്ങിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മൾ താടി മുടിയൊക്കെ വൃത്തിയായിട്ട് വെട്ടുക. സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് സ്റ്റൈല് മാറ്റുക. അപ്പോൾ കേളി ഹെയർ ആണെങ്കിൽ ഒന്ന് സ്ട്രൈറ്റ് ഹെയർ ആക്കുക, സ്ട്രൈറ്റ് ഹെയർ ആണെങ്കിൽ ഒന്ന് കേളി ഹെയർ പിടിച്ചു നോക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഹെയറിന് ചെയ്യുക. അങ്ങനെ മേക്ക് ഓവറൊക്കെ ചെയ്യുക. ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ, പുരുഷന്മാരാണെങ്കിൽ താടി നന്നായിട്ട് വെട്ടുക, അല്ലെങ്കിൽ താടി ഡിസൈൻ ചെയ്ത് വെക്കുക. അതുപോലെ ഹെയറിൽ എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും നമുക്ക് സ്പെഷ്യലായിട്ടൊരു മേക്ക് ഓവർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക. അങ്ങനെ ഗ്രൂമിങ്ങിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഫിറ്റ്നസ് എന്ന് പറയുന്നത് അതിൽ ശ്രദ്ധിക്കുക. ജിമ്മ്, യോഗ, അങ്ങനെ ഒരു വീക്കിലി ഒരു 3 days എങ്കിലും ജിമ്മോ യോഗയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഫിറ്റ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ പോസ്ചർ ആൻഡ് ബോഡി ലാംഗ്വേജ്. അത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ എങ്ങനെയാണ് നടക്കുന്നത്, നടക്കുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് നോക്കുക, ചിൻ അപ്പായിരിക്കണം. നമ്മളിങ്ങനെ താഴേക്ക് നോക്കിയിട്ട് കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകളെ പോലെ നടക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നൃത്തം എങ്ങനെയാണെന്നൊക്കെ നമ്മൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുകയും കോൺഫിഡൻ്റ് ആയിട്ട് നടക്കുകയും നമ്മുടെ ഐ കോണ്ടാക്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിലൊക്കെ എന്തെങ്കിലും വീക്ക് പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഈ 4 കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ അപ്പിയറൻസ് ടോട്ടലി നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്യുന്നത് വഴി കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതുപോലെ തന്നെ അട്രാക്ഷൻ കൂട്ടാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാലാമത്തേത് ടേക്ക് ദ ലീഡ് ഡിസൈസീവ്ലി എന്ന് പറയുന്നതാണ്. അഥവാ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ക്ലിയർ ആയിട്ട് ഇനീഷ്യേഷൻ എടുക്കുക എന്നുള്ളതാണ്. അതിനുള്ളൊരു ടാലൻറ്റ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ അട്രാക്റ്റഡ് ആവും എന്നുള്ളതാണ്. ക്ലിയർ ആയിട്ട് ഡിസിഷൻസ് എടുക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതെങ്ങനെയാണ് ഹൗ പ്രാക്ടിക്കലി വർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് അട്രാക്ഷൻ കില്ല് ചെയ്യുന്നൊരു കാര്യമാണ് ഡൗട്ട്, ഹെസിറ്റേഷൻ, ഇൻസെക്യൂരിറ്റി. ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തേ പറ്റൂ. ഇനി ഹൗ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സ്റ്റോപ്പ് ആസ്കിങ് ഫോർ പെർമിഷൻ എന്നുള്ളതാണ് ഒന്നാമത്തെ കീ പോയിന്റ്. അഥവാ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് പെർമിഷൻ ചോദിക്കാതിരിക്കുക. നമ്മൾ തന്നെ ഇനീഷ്യേഷൻ എടുത്ത് കാര്യങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ ആ ഒരു ഡിസിഷൻ ക്ലിയർ ആയിട്ട് എടുക്കാനുള്ള ഒരു പവർ നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. പവർ എന്നല്ല, അതിനുള്ള ഒരു ടാലൻറ്റ് നമുക്കുണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ഒരു ടാലൻറ്റ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നമ്മളോട് ഒരു അട്രാക്ഷൻ തോന്നും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ടേക്ക് കൺട്രോൾ ഓഫ് യുവർ പ്ലാൻസ്. നമ്മൾ ലൈഫിൽ പല പ്ലാൻസും നമുക്കുണ്ടാവും. നമ്മളത് ഷെയർ ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലാവുമല്ലോ. മനസ്സിലായി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമ്മൾ നടപ്പിൽ വരുത്തുന്നുണ്ടോ അല്ലെങ്കിൽ നടപ്പാക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ അവർ അനലൈസ് ചെയ്യുന്നുണ്ടാവും. അപ്പം നമ്മൾ നമ്മുടെ പ്ലാൻസുകൾ കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് അത് അച്ചീവ് ചെയ്യണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിനുവേണ്ടി ആക്ഷൻ എടുക്കണം. അങ്ങനെ ആക്ഷൻ എടുക്കുന്നുണ്ട്, അത്തരത്തിൽ പ്ലാൻസുകളൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളോട് ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലീഡ് കോൺവെർസേഷൻ ബോൾഡ്ലി എന്നുള്ളതാണ്. സംസാരിക്കുന്ന കാര്യങ്ങൾ വളരെ ഡയറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് സ്ട്രെങ്തോട് കൂടിയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിലും ഒരു അട്രാക്ഷൻ വരും എന്നുള്ളതാണ്. പിന്നെ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കാമായിട്ടിരിക്കുക. എപ്പോൾ നല്ല പ്രഷറുള്ള സമയത്ത് നമുക്ക് നമ്മളെ തന്നെ കാമാക്കാൻ കഴിയുന്നുണ്ട്, കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെയും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഭയങ്കര അട്രാക്റ്റഡ് ആയിട്ട് തോന്നും.
അപ്പോൾ ഇതാണ് സീക്രട്ട്. അപ്പോൾ നമ്മൾ ഒരു ഇനീഷ്യേഷൻ എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് വെച്ച് തുടങ്ങിയതാണ്. ഇത്രയും പറഞ്ഞു, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് 4ാമത്തെ പോയിന്റ്. ഇനി 5ാമത്തെ അട്രാക്ഷൻ കൂട്ടുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡെവലപ്പ് യുവർ സെക്ഷൽ കോൺഫിഡൻസ് എന്നുള്ളതാണ്. അത് നമ്മൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ ഹെസിറ്റേറ്റ് ചെയ്ത് നമ്മൾ ഇങ്ങനെ പുറകിലോട്ട് നിന്നിട്ട് യാതൊരു കാര്യമില്ല, താല്പര്യമില്ലാത്ത പോലെ. അപ്പം നമുക്ക് നല്ല രീതിയിലുള്ള സെക്ഷുവൽ ടീസിങ്ങുകൾ അതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും റുട്ടീൻസ് ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യുക. ഒരു പാഷനേറ്റ് കിസ് കൊടുക്കുക, അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താവുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ് എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഒരു സെക്ഷൽ അപ്രോച്ചിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഐ കോണ്ടാക്റ്റ് ഒക്കെ ആ ഒരു ഐ കോണ്ടാക്ട് നടത്തുമ്പോൾ തന്നെ അവർക്കൊരു ലവ് ഫീൽ ചെയ്യണം. ആ രീതിയിലായിരിക്കണം നമ്മൾ നോക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഹാർഡ് ടച്ചൊക്കെ ഭയങ്കരമായിട്ട് അട്രാക്ഷൻ കില്ല് ചെയ്യും. അപ്പം നമ്മൾ വളരെ ലൈറ്റായിട്ട് ഡയറക്റ്റ് തന്നെ നമ്മൾ ചിലപ്പോൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ബോഡി പാർട്സിലോട്ടൊക്കെ കൈ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ചെയ്യാതെ നമ്മൾ സ്ലോലി ഒരു നോൺ സെക്ഷുവൽ എക്സ്പ്രഷൻസ് എന്ന് പറയും അതിനെ, ആ രീതിയിലുള്ള ചെറിയ ടച്ചസ് ഒക്കെ ആയി പതിയെ സ്ലോലി ആ ഒരു സെക്സിലോട്ട് പോവുകയാണെങ്കിൽ ഒന്നുകൂടി കൂടുതൽ അട്രാക്ഷൻ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഐ കോണ്ടാക്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഫിസിക്കൽ ടച്ച് എന്ന് പറയുന്നത് അത് ലൈറ്റായിട്ടുള്ള ടച്ച് ആയിരിക്കണം, ഹാർഡായിട്ടുള്ള ടച്ച് ആയിരിക്കരുത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ഈ ഡെവലപ്പ് യുവർ സെക്ഷൽ കോൺഫിഡൻസ് എന്ന് പറയുന്ന പോയിന്റ് വളരെയധികം നമുക്ക് എന്ത് ചെയ്യും, നമ്മളോട് അട്രാക്ഷൻ ഉണ്ടാക്കും. ഈ 3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മളോട് കുറച്ചുകൂടിയൊക്കെ കൂടുതൽ അട്രാക്ഷൻ തോന്നാൻ, നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമ്മളെ കുറച്ചുകൂടി കൂടുതൽ സ്നേഹിക്കാനും ഒക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഈ 5 സ്ട്രാറ്റജീസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ആ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യുക കൂടി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് അഫർമേഷൻസ് ഉണ്ട്. ആ അഫർമേഷൻ ഡെയിലി രാവിലെ 5 മിനിറ്റ്, നൈറ്റ് 5 മിനിറ്റ് ചെയ്താൽ മതി. അഫർമേഷൻ വേണ്ട ആളുകൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി. ചേസിങ് അഫർമേഷൻ നിങ്ങൾക്ക് അയച്ചു തരാം ഫ്രീ ആയിട്ട്. അത് കൂടി ചെയ്യുക. അപ്പോൾ ആ വ്യക്തി നിങ്ങളെ കൂടുതലായിട്ട് ചേസ് ചെയ്യുന്നതും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. താങ്ക്